ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇത് എവിടെയാണെന്നറിയാമോ? ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൂക്കുപാലത്തിൽ കൂടെ കയറി പോവാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ദേ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്, ഇതിന് താഴെ ഒരു തൂണൊന്നും ഇല്ലാതെ ഇങ്ങനെ വള്ളിയിൽ മാത്രം കെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഈ പാലം. അപ്പോൾ ദേ പുഴ സൂപ്പറായിട്ട് കട്ട കലക്കിൽ ഒഴുകുന്നുണ്ട്. മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ മഴ ഒത്തിരി ഇങ്ങനെ കെട്ടി നിർത്തൂല, ഡാമൊക്കെ തുറന്നു വിടും. വെള്ളം കൂടുമ്പോൾ ഡാമൊക്കെ തുറന്നു വിടും. അപ്പോൾ ദേ താഴെ ബോട്ടിൽ എന്താണ്ടൊക്കെയോ എടുത്തുകൊണ്ട് പോകാനായിട്ട് ബോട്ടൊക്കെ ഉണ്ട്. ഇതേ കണ്ടോ, ഇപ്പോൾ ഇത്ര വെള്ളമുണ്ട് തുറന്നു വിട്ടതുകൊണ്ട്. അപ്പോഴത്തെ ആ ഗ്രീനറിയൊക്കെ കണ്ടോ, നല്ല രസം. കോടമഞ്ഞൊക്കെ ഇങ്ങനെ പൊങ്ങണ സമയത്ത് നല്ല ഭംഗിയാട്ടോ. ഇപ്പം കുറേ പേർക്ക് കയറാൻ പേടിയാണ്. ദേ ബെൻസു ഒരു കൊച്ചും ഇങ്ങനെ വന്നുണ്ട്, എല്ലാവരും പുറകെ വന്നുണ്ട്. കുറച്ച് പേര് മുമ്പിൽ പോയി. അപ്പോൾ കുറേ പേർക്ക് പേടിയാട്ടോ ഇതിൽ കയറാനായിട്ട്. ആ വള്ളിയിൽ ഇങ്ങനെ ഇതിൽ മാത്രം ഇങ്ങനെ തൂങ്ങിയിരിക്കണത് കൊണ്ട് അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അനങ്ങും. ഭയങ്കര കുലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടൂറ് വരുന്നവരൊക്കെ ഒത്തിരി ആൾക്കാർ ടൂറ് വരും കേട്ടോ ഇതിൽ കൂടെ, ഇതിൻ്റെ മുകളിൽ നടക്കാനായിട്ട്. ഈ സമയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ദേ ബാക്കിൽ ആ കോടമഞ്ഞ് പൊങ്ങണമൊക്കെ ലൈവായിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. എബേട്ടൻ വണ്ടി കൊണ്ടുവന്നത് കൊണ്ട് എബേട്ടൻ വണ്ടിയിൽ റോട്ടിൽ കൂടെയാണ് വന്നത്. റൗണ്ട് ഇങ്ങനെ റോട്ടിൽ കൂടെയാണ് വന്നത്. ഞങ്ങൾ വേറെ സ്ഥലത്തേക്കാണ് പോയത്. അപ്പോഴത്തേക്കും ഞങ്ങൾ തൂക്കുപാലത്തിൽ കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ട് തൂക്കുപാലം കയറിയതാട്ടോ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇവിടെയൊക്കെ പോയിട്ട് അറിയാം. ഇതേ നടുക്ക് ഇങ്ങനെ എത്തുമ്പോൾ ഭയങ്കര കുലുക്കാട്ടോ ഇതിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുഴ കാണാൻ താഴേക്ക് നോക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ദേ ഇപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി. കുറേ പേര് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കുറേ പേർക്ക് പേടിയാണ്. ആദ്യമായിട്ട് കയറുന്നവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പോവാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ ടൂറിസ്റ്റുകൾ വരും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവരൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ ഇവിടേക്കാണ് വന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡൊക്കെ വെള്ളം ഇറങ്ങിയ സ്ഥലമൊക്കെ പച്ചപ്പ് നല്ല ഭംഗിയാണ് അവിടെ. സീനറിയൊക്കെ കാണാനായിട്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് പിള്ളേർക്ക് ഐസ്ക്രീം വണ്ടി കണ്ടു. അപ്പോഴത്തേക്ക് ചാച്ചൻ എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചു തന്നു. ഇതേ ബെൻസു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും മേടിക്കണ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് തിരിച്ചു വന്നു. കറിക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അതേ കണ്ടോ, ബെൻസു ഐസ്ക്രീം കണ്ടപ്പോൾ നേരെ തിരിച്ച് അവൻ പോയി. എന്നിട്ട് അപ്പോഴത്തേക്ക് മഴ പെയ്തു. ഞങ്ങൾ ആ ഇപ്പുറത്തെ സൈഡിലൊരു കടയുണ്ടല്ലോ, അവിടെ കയറി കുറേ നേരം ഇങ്ങനെ ഇരുന്നു. അവിടുന്ന് തൂക്കുപാലം കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മേടിച്ചു. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ പിള്ളേർക്കൊക്കെ ഐസ്ക്രീം കിട്ടിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഐസ്ക്രീം ഇപ്പോൾ ഈ സമയത്ത് മഴ വന്നു. മഴ മാറാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്നതാണ് കേട്ടോ. ഇതേ ഇവിടുന്ന് ആ തൂക്കുപാലം കാണാൻ എന്ത് രസമാണ് കണ്ടോ. ഇവിടെയൊക്കെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് വന്നവരും അങ്ങനെ ഫോട്ടോ എടുക്കാൻ വന്നവരും ഇവിടെ വന്നാൽ നല്ല സീനറി സൂപ്പറായിട്ട് ഫോട്ടോസ് കിട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ദൂരെയുള്ളവർ നമ്മുടെ കോതമംഗലം ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാം, ഭൂതത്താൻകെട്ട് ഡാം കാണാം, പിന്നെ നാടുകാണി മല, അങ്ങനെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ വന്ന് കാണണേ. തൂക്കുപാലമൊക്കെ കയറുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ കടയുടെ അകത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ദേ ഇവിടെ ഒരു ചെറിയ തോട് പുഴയിലേക്ക് ഒഴുകി ചേരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങൊക്കെ ചില സമയത്ത് വെള്ളമുള്ള സമയത്തൊക്കെ ബോട്ടിങ്ങൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയമൊക്കെ നോക്കി നിങ്ങൾ വരുവാണെങ്കിൽ നന്നായി എൻജോയ് ചെയ്ത് പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ റോട്ടിലേക്ക് എത്താറായി. ഇപ്പോൾ എബേട്ടനൊക്കെ റോട്ടിൽ കൂടെ വണ്ടി എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇവിടെ വരെ വന്ന ചെറിയൊരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.